മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നാം ഇന്ന് പുതിയ ഒരു ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ കഴിവോ യോഗ്യത കൊണ്ട് കിട്ടിയതല്ലല്ലോ, ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. അർഹതയില്ലാത്തത് കൊടുക്കുന്നതാണ് കരുണ. വാസ്തവത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് അർഹതയില്ല, പക്ഷെ ദൈവം അത് നൽകുകയാണ്. ദൈവത്തിൻ്റെ കരുണയുടെ അനുഭവമാണ് ഈ ഒരു പുതിയ പ്രഭാതം. ഈ ഒരു പ്രഭാതത്തിൽ ദൈവത്തോടു കൂടെ ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. ദൈവത്തോടു കൂടെ പൂർത്തിയാക്കുവാനും നമുക്ക് കഴിയട്ടെ. ഇന്നലെ അത് കഴിഞ്ഞുപോയി, നാളെ നമ്മുടെ കയ്യിലല്ല. നമ്മുടെ കയ്യിലുള്ളത് ഇന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഫലപ്രദമായി ദൈവഹിതത്തോട് ചേർന്ന് നല്ലൊരു ജീവിതം നയിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നെസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ അർപ്പിക്കപ്പെടുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി സമർപ്പിക്കാം. നിയോഗം വെച്ച് കുഞ്ഞുങ്ങളെയാണ് ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവരായി യേശു കാണുന്നത്. അവരെപ്പോലെ ആകാനാണ് മുതിർന്നവരോട് കർത്താവ് ആവശ്യപ്പെടുന്നതും. കുഞ്ഞുങ്ങളുടെ വിശുദ്ധി അത് നഷ്ടപ്പെടാതെ വിശുദ്ധിയിൽ വളരാനുള്ള കൃപ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി, വഴിതെറ്റാതിരിക്കാൻ വേണ്ടി ലോകം മുഴുവനുമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും, പ്രത്യേകിച്ച് അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങളെ, ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കയ്യിലേക്ക് ആ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്ന് നമുക്ക് ദൈവം നൽകാനിരിക്കുന്ന സന്ദേശം നമുക്ക് ശ്രവിക്കാൻ നമ്മുടെ ഹൃദയവും മനസ്സും നമുക്കൊരുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനെ ലോകത്തിലേക്ക് അയച്ചുവല്ലോ. വചനം മാംസം ധരിച്ച് ലോകത്തിന് കൊടുക്കാൻ കഴിയത്തക്ക വിധം ഞങ്ങളെ അവിടുന്ന് യോഗ്യരാക്കണമേ. അവിടുന്ന് നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ട് നൂറുമേനി ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. വചനം സ്വീകരിക്കുന്നതിന് തടസ്സമായി ഞങ്ങളിലുള്ള എല്ലാ തിന്മകളെയും നീക്കം ചെയ്യുവാൻ അവിടുത്തെ വലിയ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ശക്തി കിട്ടാതെ ഞങ്ങൾക്കൊന്നും ആവില്ല. അങ്ങേ കൂടാതെ ഒന്നും ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിവില്ലല്ലോ. അവിടുത്തെ ആ രൂപിയെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാംസം ധരിച്ച് യേശുവെ, ദൈവപുത്രനെ ലോകത്തിന് പ്രദാനം ചെയ്ത പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമായ
ആകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട്, എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തിത്തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറേ നാളത്തേക്ക് അവനത് ഗവനിച്ചില്ല. പിന്നീട് അവനിങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല, എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞത് എന്തെന്ന് ശ്രദ്ധിക്കുവിൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയമുള്ളവരെ, ഭഗ്നാശരാകാതെ, മടുപ്പ് കൂടാതെ, നിരാശപ്പെടാതെ, ദൈവത്തിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് മുട്ടിപ്പായി പ്രാർത്ഥിക്കണം എന്ന വലിയ ഒരു സന്ദേശമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. നമുക്കറിയാം, അതിനുവേണ്ടി യേശു നൽകിയത് ഒരു വിധവയുടെ ജീവിതം എടുത്തു വച്ചിട്ടാണ്. ദരിദ്രയായ ഒരു വിധവ, അവള് നീതി തേടി ഒരു കോടതിയെ സമീപിക്കുന്നതാണ്, ന്യായാധിപനെ സമീപിക്കുന്നു. ആ വിധവയ്ക്ക് ആരുമില്ല, സംരക്ഷിക്കാൻ ആരുമില്ല, ആശ്രയിക്കുവാൻ ആരുമില്ല, ആൾബലമില്ല, നിരാലംബ, പണമില്ല, വക്കാലത്തിന് പോലും പണമില്ല. അപ്പോൾ പിന്നെ ന്യായാധിപന് കൈക്കൂലി കൊടുക്കാൻ പണമുണ്ടോ? ഇല്ല. അത്രയ്ക്ക് ദരിദ്രയായ ആ സ്ത്രീ. എതിരാളിയോ അതിസമ്പന്നൻ. നീതിമാന്മാരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ന്യായാധിപന്മാരെ വിലക്കെടുക്കുന്ന സമ്പന്നൻ. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന് വിശ്വസിക്കുന്ന അവൻ, ആരെയും എന്തും വിലക്കെടുക്കാൻ കെൽപ്പുള്ളവൻ. അതുകൊണ്ട് തന്നെ ഈ വിധവയുടെ കാര്യം ന്യായാധിപൻ പരിഗണിച്ചില്ല, ആദ്യം ഗവനിച്ചേയില്ല. കാരണം ഇവർക്ക് നീതി നടത്തി കൊടുത്തിട്ട് പ്രത്യേകിച്ച് തനിക്ക് നേട്ടമൊന്നുമില്ല, പ്രത്യേകിച്ച് ഉപദ്രവവും ഇല്ല. കാരണം ഇവർക്ക് ആരുമില്ല. വിധവയോ എല്ലാ ദിവസവും കോടതി കൂടുമ്പോഴെല്ലാം എല്ലാ ദിവസവും വന്ന് മുട്ടിപ്പായി കരഞ്ഞ് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒരു മാർഗവും ഇല്ല. എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞാൽ ഏക ആശ്രയം പിന്നെ കോടതിയേ ഉള്ളൂ. ആ കോടതിയിൽ പോലും നീതി ന്യായവും നടക്കാത്ത അവസ്ഥ ചിലപ്പോഴൊക്കെ കാണാം. യഹൂദ നിയമം അനുസരിച്ച് വിധവകളെ പ്രത്യേകം പരിഗണിക്കണം, അവരുടെ കാര്യം വേഗം നടത്തി കൊടുക്കണം എന്ന നിയമം ഉണ്ടായിട്ട് പോലും ഈ വിധവയുടെ കാര്യത്തിൽ ഈ ന്യായാധിപൻ പിന്നോക്കം പോയി. അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ യേശു ഈ ന്യായാധിപന് വിശേഷണം കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നീതിരഹിതൻ. എന്താണ് ഈ നീതിരഹിതൻ? അവൻ മനുഷ്യനെ മാനിക്കുകയോ ദൈവത്തെ ഭയപ്പെടുകയോ ചെയ്യാത്തവൻ. അപ്പോൾ നീതിമാൻ ആരാ? ദൈവത്തെ ഭയപ്പെടുന്നവൻ, മനുഷ്യനെ മാനിക്കുന്നവൻ. ഈ രണ്ട് കാര്യവും ഇയാൾക്കില്ല. ദൈവത്തെ മാനിക്കാത്തൊരു മനുഷ്യൻ, ദൈവത്തെ ഭയപ്പെടാത്തൊരു മനുഷ്യൻ, ദൈവത്തെ അംഗീകരിക്കാത്തൊരു മനുഷ്യൻ മനുഷ്യനെ മാനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിധവ വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട്
ഇങ്ങനെയുള്ള ന്യായാധിപനാണെങ്കിലും ദിവസവും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവഭയം ഇല്ലാത്തവനാണെങ്കിലും മനുഷ്യനെ മാനിക്കാത്തവനാണെങ്കിലും അയാൾ ഏറ്റവും അവസാനം സഹി കെട്ടിട്ട് നീതി നടത്തി കൊടുക്കുകയാണ്. ശല്യം ഒഴിവാക്കാനാണെന്ന് നമുക്കറിയാമല്ലോ, അത് സുവിശേഷത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. യേശു പറയുകയാണ്, അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ എന്ന് നമുക്ക് സംശയം തോന്നി പിന്നോക്കം പോകുന്ന അവസ്ഥയല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന രീതിയിൽ കിട്ടിയില്ലെന്ന് വരും. അതിൻ്റെ അർത്ഥം ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നല്ല. ദൈവം തക്ക സമയത്ത് ഇടപെടും. നമ്മുടെ സമയമല്ല, ദൈവത്തിൻ്റെ സമയം. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 6 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴെ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് അവിടുന്ന് ഇടപെടും, അവിടുന്ന് ഉയർത്തും. അപ്പോൾ നമ്മളൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ, ആ മക്കളെങ്കിൽ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവനാണ്. നിങ്ങളുടെ ഉത്കണ്ഠകളൊക്കെ കർത്താവിനെ പരിമേൽപ്പിക്കുക, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അപ്പോൾ അങ്ങനെ യേശു പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗ്നാശരാകാതെ എന്ന് യേശു പറയുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൽ പൂർണ്ണ മനസ്സോടെ ശരണപ്പെടണം. പൂർണ്ണ മനസ്സോടെ. എല്ലാ പിടിയും വിട്ടവൻ്റെ നിലവിളിക്ക് ദൈവം ഉത്തരമരുളും. പ്രാർത്ഥനയ്ക്ക് ഒരുപക്ഷെ കാലതാമസം ഉണ്ടായേക്കാം, പക്ഷേ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാകും തക്ക സമയത്ത്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, മുടക്കം വരുത്താതെ. അതാണ് കർത്താവ് പറയുന്നത്. ഈ വിധവയ്ക്ക് ഉണ്ടായതുപോലെ നമുക്കും ചില ശക്തമായ എതിരാളിയുണ്ട്. അതാരാണെന്നറിയാമോ? സാത്താൻ. ആ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ നേരിടണമെങ്കിൽ ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കണം. അത് എഫേസുകാർക്കുള്ള ലേഖനം 6-ാം അധ്യായത്തിൽ ആത്മീയ സമരത്തെക്കുറിച്ച് പറയുന്നിടത്തുണ്ട്. കാരണം നമ്മൾ സാധാരണ ഒരു ശത്രുവിന് എതിരായിട്ടല്ല പടവെട്ടേണ്ടത്, സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ്. സ്വർഗീയ ഇടങ്ങളിൽ അവൻ്റെ താമസമുണ്ട്. അതല്ലേ ചിലപ്പോഴൊക്കെ വൈദികർക്ക് പോലും വഴിതെറ്റുന്നത്. ഇടർച്ച ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരെ പടവെട്ടേണ്ടതിന് പകരം അവർക്ക് കീഴടങ്ങുന്ന അനുഭവം. പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് കരുതി അലറിക്കൊണ്ട് ചുറ്റി നടക്കുന്നു. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനെ എതിർക്കുവിൻ. അപ്പോൾ ഈ ശത്രു ഈ വിധവയ്ക്കുണ്ടായ പോലെ എതിരാളി നമുക്കുമുണ്ട്. കർത്താവ് പറയുന്നുണ്ടല്ലോ, പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കണമെങ്കിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. മുന്തിരിച്ചെടിയുടെ ഉപമ പറഞ്ഞുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, തായ്തണ്ടായ യേശുവിനോട് ചേർന്നിരിക്കണം. അതാണ് പ്രാർത്ഥന. വ്യക്തിപരമായ ഗാഠമായ ബന്ധം, ഹൃദയങ്ങൾ ഒരുമിക്കുന്ന അനുഭവം. ആ ഒരു അനുഭവം പ്രാർത്ഥന ചൊല്ലി തീർക്കാനല്ല കർത്താവ് പഠിപ്പിച്ചത്, പ്രാർത്ഥിക്കാനാണ് പഠിപ്പിച്ചത്. ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയവുമായിട്ട് ചേർന്ന് പോകണം. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കണമെങ്കിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 31 നമ്മൾ വായിക്കുന്നുണ്ട്, ശിമയോൻ ശിമയോൻ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിക്കുന്നു, ആകയാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ പ്രലോഭനങ്ങൾ ശക്തമാകും, സാത്താൻ നമ്മളെ വീഴിക്കാൻ നോക്കും. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വക ഒഴിഞ്ഞു പോകുകയില്ലെന്ന് കർത്താവ് കൃത്യമായിട്ട് മുന്നറിയിപ്പ് തരുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബ പ്രാർത്ഥന വലിയൊരു ആയുധമാണ്, വലിയൊരു സുരക്ഷിതമായിട്ടുള്ള അനുഭവം നൽകുന്ന കോട്ടയാണ്. ആ പ്രാർത്ഥനയ്ക്ക്
ഇടച്ചില് തട്ടുമ്പോൾ, പ്രാർത്ഥന മുറിയുമ്പോൾ ആ കോട്ടയ്ക്ക് വിള്ളലുണ്ടാവുകയാണ്. അതിലൂടെ സാത്താൻ ഉള്ളിൽ കയറും. നമുക്ക് സുരക്ഷിതമായ കോട്ടയാണ് പ്രാർത്ഥന. പ്രാണവായു ശരീരത്തിന് ആവശ്യമാണ്. അതില്ലെങ്കിൽ ശരീരം ശവമാകും. ആത്മാവിൻ്റെ പ്രാണവായുവാണ് പ്രാർത്ഥന. അത് നഷ്ടപ്പെട്ടാൽ ആത്മാവ് മരിച്ചത് തന്നെയാണ്. അപ്പം കർത്താവിനോട് ചേർന്നിരിക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് പലപ്പോഴും നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ പലരും ഒഴിവാക്കുന്നത്, ഇപ്പോൾ ഒരു യാത്ര പോയി വൈകിയാണ് വന്നത്, രാത്രി 8 മണി കഴിഞ്ഞല്ലോ 9 അവരൊഴിവാക്കുന്നത് പ്രാർത്ഥനയാണ്. ഭക്ഷണം കഴിച്ചിട്ടേ കിടക്കുള്ളൂ. അപ്പോൾ മക്കൾക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണമാണ്. പ്രാർത്ഥന 2ാം തരം. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ വരെ കുത്തി എഴുന്നേൽപ്പിച്ച് ഭക്ഷണം കൊടുക്കും, എന്നിട്ട് ഉറക്കും. പ്രാർത്ഥന അത് അപ്രധാനമാണെന്ന് കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കന്മാർ തന്നെ സന്ദേശം കൊടുക്കുകയാണ്. ചൊല്ലിത്തീർത്ത് കടമ നിർവഹിക്കലല്ല. നമുക്കൊരു പ്രാർത്ഥന അനുഭവമായിട്ട് തോന്നണം. രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറങ്ങുകയില്ല. കാരണം അവന് ഇഷ്ടം തോന്നിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. പ്രാർത്ഥന നമ്മുടെ ജീവൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലാക്കി ഇഷ്ടം തോന്നി സ്നേഹത്തോടെ താല്പര്യപൂർവ്വം ദൈവത്തോട് കൂടെയായിരിക്കുന്ന ആ അനുഭവം, അതിനെക്കുറിച്ച് ബോധ്യമില്ലെങ്കിൽ നമുക്കെല്ലാം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്ന് ദൈവഹിതം വെളിപ്പെട്ട് കിട്ടാൻ ദൈവത്തോട് കൂടെയായിരിക്കുന്ന അനുഭവം, അത് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഭവനം ഒരുമിച്ച് നിൽക്കും, കൂട്ടായ്മയും സ്നേഹവും ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, പുത്രനിൻ്റെ വചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ വലിയ വെളിപ്പെടുത്തലിന് നന്ദി പറയുന്നു. കർത്താവെ, പലപ്പോഴും ദൈവത്തെ കൂടാതെ നീങ്ങുവാനുള്ള പ്രലോഭനം ഞങ്ങൾക്കുണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ വചനത്തിലൂടെ വെളിപ്പെടുന്ന ദൈവഹിതം മനസ്സിലാക്കി ആ ദൈവഹിതത്തോട് ചേർന്ന് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ കൂട്ടായ്മയും സ്നേഹവും ഉണ്ടാകുവാൻ കർത്താവെ, പ്രാർത്ഥനയുടെ ആവശ്യകത മനസ്സിലാക്കി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മയോട് ചേർന്ന് സകല വിശുദ്ധരോടും ഇടവക മധ്യസ്ഥരായ വിശുദ്ധരോടും ഞങ്ങളുടെ പേരിന് കാരണക്കാരായ വിശുദ്ധരോടും എല്ലാ കാവൽ മാലാഖമാരോടും ചേർന്ന് യേശുവെ അങ്ങ് വഴിയായി പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
ഇസാക്കിനെ ബന്ധിച്ച അബ്രഹാമിനെ പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ സമാധാനം നമുക്ക് സ്വീകരിക്കാം. ഉള്ളിൽ നിന്ന് വരുന്ന സമാധാനമാണ്, സ്നേഹത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന സമാധാനമാണ്. ദൈവം വസിക്കുന്ന ഇടത്ത് ആ സമാധാനം നിലനിൽക്കും. യേശു നൽകുന്ന സമാധാനം, ആ സമാധാനം നമുക്ക് സ്വീകരിക്കാം. മാർപ്പാപ്പായോടും സഭയോടും കർദ്ദിനാൾമാരോടും മെത്രാന്മാരോടും വൈദികരോടും സമർപ്പിതരോടും ആത്മായ സഹോദരങ്ങളോടും ചേർന്ന് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാചിച്ചുള്ള ഈ പ്രാർത്ഥനാ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മരിയൻ കൂടാരങ്ങളിൽ അമ്മയുടെ മാധ്യസ്ഥ യാചിച്ച് അർപ്പിക്കപ്പെടുന്ന എല്ലാ ജപമാലകളോടും ചേർത്ത് ഒരു ജപമാലയെങ്കിലും നമ്മൾ ചൊല്ലി, ഞാൻ മുമ്പ് പറഞ്ഞ നിയോഗം എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അതോടൊപ്പം ഡിവൈൻ ശുശ്രൂഷകളുടെ വിജയത്തിന് വേണ്ടി, ഗുഡ്നസ് TV-യുടെ വിജയത്തിന് വേണ്ടി കാഴ്ചവെക്കണം. മറക്കരുത്. ഈ ഒരു ദിവസം ഏറ്റവും ഫലപ്രദമായി ചെലവഴിക്കുവാൻ, വളരെ സന്തോഷവും സമാധാനവും ഉള്ള ഒരു നല്ല ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.